കൊല്ലിമലയിൽ വന്നിട്ട് ഞങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇത്തിരി കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയതെങ്കിലും മേഘങ്ങളിൽ നിന്ന് പിറന്ന് കാടിനെ ചുംബിച്ച് താഴേക്ക് ഒഴുകിയെത്തുന്ന സ്വപ്ന തുല്യമായിട്ടുള്ള ആകായ ഗംഗൈ വെള്ളച്ചാട്ടം ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ കുളിരണിയിച്ച വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലുണ്ട്. കണ്ടാലോ? ഗുഡ് മോർണിംഗ്. നമ്മൾ കൊല്ലിമലയിൽ താമസിച്ച NTR ഹെറിറ്റേജ് റിസോർട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ദോശ, ഉപ്മ, വട, കോഫി, അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആഹാരമാണ്. കോമൺ ഡൈനിങ് ഏരിയ ആണ്. എല്ലാവരും അവിടെ വന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ നിന്ന് ഈ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് റിസോർട്ടിന്റെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബോട്ട് ഹൗസിലേക്കാണ്. കൊല്ലിമലയിൽ വരുമ്പോൾ സാധാരണ എല്ലാവരും ഒന്ന് പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ബോട്ട് ഹൗസ് എന്ന് പറയുന്നത്. കണ്ടോ, രാവിലെ തന്നെ ഇവിടുത്തെ ചേച്ചിമാർ ഈ കുരുമുളകൊക്കെ പറിക്കുന്ന പണിയൊക്കെ ആയിട്ട് നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ ബോട്ട് ഹൗസ് എത്തിയിരിക്കുവാണ്. അതിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടർ ഉണ്ട്. 10 രൂപയാണ് പെർ പേഴ്സൺ ചാർജ് വരുന്നത്. ഇവിടെ ഒന്നും അങ്ങനെ ആളും ബഹളവും ഒന്നും കാണാനില്ല. ഞങ്ങളിപ്പോൾ നേരത്തെ രാവിലെ എത്തിയത് കാരണം ആയിരിക്കണം, മേ ബി വലിയ തിരക്കൊന്നും കാണാനില്ല. ബോട്ട് ഹൗസിലേക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് നടക്കണം ഉള്ളിലേക്ക്. പക്ഷെ പോകുന്ന വഴിയിലൊക്കെ നല്ല കാഴ്ചകളൊക്കെയാണ്. ഇവിടെ കണ്ടോ, കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. രാവിലെ വന്ന ആളുകൾ കൃഷിപ്പണിയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യാനില്ല. പക്ഷെ നല്ലൊരു സ്ഥലം കേട്ടോ, നല്ല ഭംഗിയൊക്കെ ഉള്ള. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല തണുപ്പൊക്കെ ഉള്ള ക്ലൈമറ്റിലൊക്കെ കാണാൻ കുറേ കൂടെ ഭംഗിയായിരിക്കും. പക്ഷെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലോട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. പെർ പേഴ്സൺ 50 രൂപയാണ് ചാർജ് വരുന്നത്. സാധാരണ ഒരു പെഡൽ ബോട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ തനിയെ പെഡൽ ചെയ്ത് പോകണം, അവർ നമ്മളെ കൂടെ വരിക അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരാൾക്ക് കാലെത്തുന്നൊന്നുമില്ല. എന്നാലും അച്ഛനോടൊപ്പം എനിക്ക് തന്നെ ഇരുന്ന് ബോട്ട് പെഡൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം. പിന്നെ ശരിയായിക്കോട്ടെ, എനിക്ക് അത്രയും ജോലി കുറഞ്ഞല്ല. ഞാൻ പുറകിലിരുന്ന് വളരെ ഹാപ്പി ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്തങ്ങനെ ഇരുന്നു. കുറേ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. അവരൊരു ഗ്രൂപ്പായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഏതായാലും ഇവിടുത്തെ ബോട്ടിംഗ് ഒരു 10-15 മിനിറ്റിൽ കഴിയുന്നതേ ഉള്ളൂ. അതിൽ കൂടുതൽ പരിപാടികളൊന്നും ഇവിടെ നമുക്ക് ചെയ്യാനുമില്ല. വരുന്ന വഴിയിൽ ഒരു ചെറിയ പാർക്ക് ഉണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതും വളരെ നോർമലായിട്ടുള്ള ഒരു പാർക്കാണ്. എന്നാലും ആളുകളൊക്കെ ഇവിടെ കുറച്ച് വരുന്നുണ്ട്. കൊല്ലി ഹിൽസിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബോട്ടിങ് എക്സ്പീരിയൻസ് ചെയ്യാം. ഇനി ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബൊട്ടാണിക്കൽ ഗാർഡനും ഉണ്ട്. അവിടെയാണ് നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡന്റെ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് അകത്ത് കയറി നോക്കാം. എൻട്രൻസ് ഫീസ് ഒന്നും വാങ്ങിയിട്ടില്ല. വേറെ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പാർക്കുണ്ട്, നമുക്ക് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആംബിയൻസ് എന്നല്ലാതെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡന്റെ മറ്റ് ഘടനകളൊന്നും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റിയില്ല. ഇനി മുന്നേ അങ്ങനെ ആയിരുന്നോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇതായിരുന്നു കണ്ടീഷൻ. അടുത്ത നമ്മുടെ മേജർ ഡെസ്റ്റിനേഷൻ ആണ് അരാപ്പലീശ്വർ ടെമ്പിൾ. കൊല്ലി ഹിൽസിൽ വരുന്ന എല്ലാ ആളുകളും മിസ് ചെയ്യാതെ നമ്മൾ പോകുന്ന ഒരു സ്പോട്ടാണ് ഈ അരാപ്പലീശ്വർ ടെമ്പിൾ. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഒരു 10-11 കിലോമീറ്റർ ആണ് ഡ്രൈവ് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് വേറെ കുറച്ച് വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ ഉണ്ട് കാണാനായിട്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. വഴിയിൽ കണ്ടില്ലേ, ഫുള്ള് നമ്മൾ ഇന്നലെ വന്ന പോലെ തന്നെ നല്ല മരങ്ങളും പിന്നെ കൂടുതലും ഈ പെപ്പർ അങ്ങനത്തെ കൃഷിയും കാര്യങ്ങളും ഒക്കെയാണ് കാണാനായിട്ട് പറ്റുന്നത്. ഓൾമോസ്റ്റ് ക്ഷേത്രം എത്തുന്നതിന് മുന്നേട്ടെങ്കിലും ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. അവിടെ 30 രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. നമ്മളിതാ കാറ് പാർക്ക് ചെയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വഴിയിൽ നല്ല ഭംഗിയായിട്ട് കുറേ സ്പൈസസും ഓയിൽസും അവരുടത്തെ ഇത് കണ്ടില്ലേ, മഞ്ഞൾ, ചുക്ക്, ഗ്രാമ്പൂ, പട്ട, പിന്നെ ഒരുപാട് തരത്തിലുള്ള അരിയും സിറിയൽസും പൾസസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തായാലും തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ട്. അത് അവർ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. അരിയാണെങ്കിൽ ഇതേ ബ്ലാക്ക് റൈസ്, ബ്രൗൺ റൈസ്, അങ്ങനെ പലതും, മുളക്, പറയാൻ പറ്റില്ല. എനിക്കിതിൽ പല കാര്യങ്ങളും അറിയാൻ പോലും പറ്റുന്നില്ല. ഇനി തിരിച്ചു വരുമ്പോൾ ഇവരുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ഒന്ന് ചോദിക്കണം. കുറേ കുന്തിരിക്കം കണ്ടോ, പല ടൈപ്പിലുള്ള കുന്തിരിക്കമൊക്കെ ഉണ്ട്. നല്ല മണം കേട്ടോ. ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. പിന്നെ പലതരം ഹെയർ ഓയിലും അങ്ങനെ അലോവേര ജെല്ല്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നു. പിന്നെ എനിക്ക് അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. തിരിച്ചു വരുമ്പോൾ ആവട്ടെ, നമുക്ക് നോക്കാം. പിന്നെ ഇത് ഇതുപോലത്തെ കുറേ കടകളുണ്ട്. കുറേ ഹാങ്ങിങ്സും രുദ്രാക്ഷവും പലതരം മാലകളും പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങൾ ഉണ്ട്. ഗണപതിയുടെയും ശിവന്റെയും വേൽമുരുകനും അങ്ങനെ ഒരുപാട് നല്ല ഭംഗിയായിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. ഇതാണ് അരപ്പലീശ്വരർ ക്ഷേത്രം.
അതിപുരാതനമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ ഇത്. ഏകദേശം 1500-2000 വർഷങ്ങൾക്ക് മുന്നേ ഇത് പണിതു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. കൊല്ലിമലയുടെ ഭരണാധികാരിയായിരുന്ന വാൽവിൽ ഓരി ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം. രാജേന്ദ്ര ചോളൻ അടക്കമുള്ള ഭരണാധികാരികൾ ഈ ക്ഷേത്രത്തിന് ഭൂമിദാനം നൽകിയതായിട്ടൊക്കെ ശിലാലിഖിതങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ ആളുകൾ ഒരുപാട് വിശ്വാസത്തോടുകൂടി വരുന്ന ഒരു ക്ഷേത്രമാണിത്. ഞങ്ങളും ഇതാ തൊഴുതിറങ്ങി. അങ്ങനെ നമ്മുടെ മാങ്ങ കുതിനൊരു മാങ്ങ മേടിച്ചു കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. വേറെയും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. പണ്ട് കാലങ്ങളിലെ ക്ഷേത്രങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ സംരക്ഷിക്കാനായിട്ട് സ്ഥാപിച്ചിരുന്ന ഗാർഡിയൻ ഡെയിറ്റീസ് അല്ലെങ്കിൽ കാവൽ ദേവതകളുടെ ഒരു രൂപമാണിതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ മേടിച്ചു ഒരു കുഞ്ഞു വേല്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ല, ആ കടയിൽ തിരിച്ചെത്തിയിട്ടുണ്ടേ. ഇത് മുട്ടുവേദനയ്ക്കും നടുവേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന എന്തോ ഒരു തരം വിത്തെന്നാണ് പറഞ്ഞത്. അവിടെ പല ടൈപ്പ് സോപ്പ് ഉണ്ട് കേട്ടോ. ഒരു സോപ്പിന് 50 രൂപയാണേ. പിന്നെ പല ടൈപ്പിലുള്ള ഹെയർ ഓയിലും ഷാമ്പൂ ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഇവർ ഹെർബലി ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത്. ഈ ചാർക്കോൾ സോപ്പും ആട്ടുംപാൽ സോപ്പും അലോവേര സോപ്പും ഒക്കെ ഞങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ പലതരം ഹെയർ മാസ്കുകൾ, ഫേസ് മാസ്കുകളൊക്കെ ഉണ്ട്. കുന്തിരിക്കത്തിന്റെ ഒരു ബോക്സ് ആയിട്ട് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും. അത് ഞങ്ങൾ 3 എണ്ണം മേടിച്ചായിരുന്നു. ഇത് വെള്ളക്കടുകാണ്. വീട്ടിലെ ദൃഷ്ടിദോഷം മാറാനൊക്കെ അവർ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ നിന്ന് ഒരു ചൂട് സൂപ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല സ്പൈസി ആൻഡ് അതിന് ഉണ്ടാക്കുന്ന ഒരു ഹെർബൽ സൂപ്പ് പൗഡർ അവിടെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. നമ്മൾ ഇന്നലെ ഹോട്ടലിൽ നിന്ന് കുടിച്ച അത് ചിക്കൻ സൂപ്പ് ആയിരുന്നു, പക്ഷെ ഇതേ സെയിം ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അതിന് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഇന്നലെ തന്നെ. അതുകൊണ്ട് കണ്ണും പൂട്ടി ഞങ്ങൾ ഇത് മേടിച്ചു. അത് ഉണ്ടാക്കുന്ന രീതിയാണ് ഈ പേപ്പറിനകത്ത് ഇംഗ്ലീഷിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പൊടി മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സൂപ്പിലും രസത്തിലും ഈവൻ ദോശപ്പൊടിയായിട്ട് വരെ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ പലതരം സ്പൈസസ് ഇങ്ങനെ കവറായിട്ട് വെച്ചിട്ടുണ്ട്. 500 രൂപ, 250 രൂപ, അങ്ങനെയൊക്കെ റേറ്റിൽ. ആന്റി ഓക്സിഡൻസും ഫൈബേഴ്സും പ്രോട്ടീൻസും മിനറൽസും ഒക്കെ റിച്ച് ആയിട്ടുള്ള ബ്ലാക്ക് റൈസ് പോലെ ഒരുപാട് ടൈപ്പ് റൈസ് ഇവിടെ ഉണ്ട്. പിന്നെ പല ക്വാളിറ്റിയിലുള്ള പെപ്പർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിന്റെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആകായ ഗംഗ വാട്ടർഫോൾസിലേക്ക് പോവാണ്. ഇവിടെ അതിന്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. 30 രൂപയാണ് പെർ പേഴ്സൺ ഇതിന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത്. 3 മണി വരെ ഇവിടെ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണേ. സത്യം പറയാലോ, ഈ സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. കുറെ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വാട്ടർഫോൾസ് കാണാൻ പറ്റും, അത്രേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ തിരിച്ച് കയറി വരുന്ന ആളുകളുടെ മുഖവും എക്സ്പ്രഷനും തളർച്ചയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ഡൗട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, മക്കളെ 1200-ലധികം പടികൾ ഇറങ്ങി വേണം നമുക്ക് പോകേണ്ടത്. ഇറങ്ങുക മാത്രമല്ലല്ലോ, നമുക്ക് തിരിച്ച് കയറി വരണ്ടേ. അപ്പോൾ അത് ഓർത്തപ്പോൾ ഒരു നിമിഷം ഞാനൊന്ന് ആലോചിച്ച് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്തോ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം നമുക്ക് കാണാനായിട്ടുണ്ടെന്ന് മനസ്സ് പറയുന്നുണ്ട്. സോ ഞാൻ ഇറങ്ങാനായിട്ട് തീരുമാനിച്ച് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേശുക്കുട്ടനും നടന്നു തന്നെയാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനത്തെ കുറെ വ്യൂസ് നമുക്ക് വഴിയിൽ കാണാൻ പറ്റും. അത് നമുക്കൊരു ഊർജം തന്നെയാണ് താഴേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങാനായിട്ട്. ഇപ്പൊ എത്തും എന്നിങ്ങനെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റെപ്പ് ഇങ്ങനെ നീണ്ടു നവർന്നങ്ങ് കിടക്കുവാണ്. പിന്നെ ഈ 2 സൈഡിലും പിടിച്ചിറങ്ങാനായിട്ട് കമ്പിയൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് നമുക്ക്. കണ്ടോ, അത്ര ഇങ്ങനെ കുത്തനെയാണ്. സ്റ്റെപ്പൊക്കെ ഭയങ്കര സ്റ്റീപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഇറങ്ങാനും ഇത്തിരി പാടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തീരെ നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളിങ്ങനെ 3 പേരായിട്ട് എൻജോയ് ചെയ്താണ് ഇറങ്ങുന്നത്, വളരെ റിലാക്സ് ചെയ്ത്. കേശുക്കുട്ടൻ നടന്ന് വരുന്നത് തന്നെ ഞങ്ങൾക്കൊരു വലിയ ഭാഗ്യം കേട്ടോ. ഒരുപാട് കുട്ടികളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന കാണുന്നുണ്ട്. പക്ഷെ അവൻ ശരിക്കും ഞങ്ങളുടെ ഒരു ട്രാവൽ പാർട്ട്ണർ ആണെന്ന് ഞങ്ങൾ പറയാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. നമ്മൾ ഓൾമോസ്റ്റ് അടുത്തെത്താറായും തോന്നുന്നു കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാട്ടർഫോൾസിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതാ നമ്മുടെ വാട്ടർഫോൾസ് ചെറുതായിട്ട് നമുക്ക് ഇതുവഴി വിസിബിൾ ആണ്. എന്തായാലും മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞു. ഇതുപോലെ കുറച്ച് പാറകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തൂടെയാണ് ഇനി നമുക്ക് പോകേണ്ടത്. കുറച്ച് റഫാണ്, കുറച്ച് ടഫുമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പോകാനായിട്ട് കുറച്ച് സൂക്ഷിച്ച് പോകണം കേട്ടോ. കാരണം കാലൊക്കെ സ്ലിപ്പാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി നമ്മൾ പോയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ ആളുകളൊക്കെ ഞാൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നനങ്ങിയിരിക്കുമല്ലേ, അപ്പോൾ അത് കുറച്ചുകൂടെ ടഫാണ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ വഴി കൂടെ വരാനായിട്ട്. ഒന്ന് ശ്രദ്ധിച്ചോണം.
ഞങ്ങൾ ആക്ച്വലി എക്സ്ട്രാ ഡ്രസ്സൊന്നും കയ്യിൽ കരുതിയിട്ടില്ല കേട്ടോ. ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വൈബും അതിൻ്റെ ഒരു ഫോഴ്സും അതിൻ്റെ ഒരു വലിപ്പവും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഒരു ഡ്രസ്സ് എടുക്കേണ്ടിയിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ തോന്നിപ്പോയി കേട്ടോ. വാട്ടർഫോൾസിൻ്റെ സൗണ്ട് നിങ്ങൾക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ കേശുകൂട്ട ഒറ്റയ്ക്ക് നടക്കുന്ന കുറച്ച് റിസ്ക് ആയത് കാരണം പിന്നെ അവൻ്റെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ആണ് വിച്ചുവിൻ്റെ തോള്. പിന്നെ അതിൽ തന്നെ ഈ യാത്ര. എൻ്റെ പൊന്നോ, ഈ ഒരു വാട്ടർഫോൾസിൻ്റെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ 1200 പടി നമ്മൾ കയറി ഇറങ്ങി വന്നു എന്നുള്ള ഒരു ക്ഷീണമേ അങ്ങ് മാറി. അത്ര സൂപ്പറാണ് ഇവിടുത്തെ ഒരു കാഴ്ചയെന്ന് പറയുന്നത്. ഇത്ര ദൂരം നിന്നിട്ട് തന്നെ എനിക്ക് നല്ലപോലെ അതിൻ്റെ ഒരു തുള്ളികളൊക്കെ വീണിട്ട് തന്നെ നല്ല കാറ്റും ഉണ്ട്, നല്ല തണുപ്പും. ആ വെള്ളം ഇങ്ങനെ നമ്മുടെ ദേഹത്ത് വീഴുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാണ്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് നിലവിൽ എനിക്ക് നിർവാഹമില്ല. കാരണം ഇത് കണ്ടപ്പോഴത്തേക്കും വിച്ചുവിനും കേശുവിനും എന്തായാലും ഇറങ്ങണം. എനിക്കും ഇറങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇവരുടെ എല്ലാ ഡ്രസ്സ്, നമ്മുടെ പേഴ്സ്, ഞങ്ങളുടെ ഫോണ് ഇതെല്ലാം പിടിച്ച് നിൽക്കാൻ ഒരാൾ വേണ്ടേ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അവർ രണ്ടുപേരായിട്ട് പോട്ടെ എന്ന്. അങ്ങനെ ഞാനിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. ഒരു കയറിട്ടിട്ടുണ്ട് കേട്ടോ, അത് പിടിച്ച് വേണം ഇറങ്ങാൻ. പിന്നെ എവിടെയാണെങ്കിലും ഈ വെള്ളച്ചാട്ടം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തന്നെ കാര്യമാണ്. ഇത് ആകായ ഗംഗ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ്. ആകാശത്ത് നിന്ന് വരുന്ന ഗംഗാ നദി എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ശരിക്കും അത്ര ഒരു ഡിവൈനായിട്ടുള്ളൊരു ഫീലും കൂടെ ഉണ്ട് കേട്ടോ. ഒരു വെള്ളച്ചാട്ടം എന്നതിലുപരി ഇവിടെ എത്തിപ്പെട്ടപ്പോഴത്തേക്കും ഞാൻ ഇത്രയും ദൂരെയാണ് നിൽക്കുന്നത് എന്നാൽ പോലും നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നനയുവാണ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ. അത്രയ്ക്ക് അതിൻ്റെ ഒരു കാറ്റിലെ ആ വെള്ളത്തുള്ളി എല്ലാം നമ്മുടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനും മോനും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന്. എനിക്കിന്ന് കാണാൻ പറ്റും. എനിക്ക് ചെറിയൊരു അസൂയ തോന്നുന്നുണ്ട്. ഏതായാലും കേശു ഉള്ളത് കൊണ്ട് തന്നെ വിച്ചു അതിൻ്റെ മേളിലേക്ക് കയറുന്നില്ല. അവിടെ പില്ലർ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ വെള്ളം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വിച്ചു പിന്നെ കേശുവിനെ മേളിലേക്ക് കൊണ്ടുപോകാത്തത്. അത് കുറച്ച് റിസ്ക് ആണ് കുഞ്ഞുങ്ങളെ അതിൻ്റെ മേളിലേക്ക് കൊണ്ടുപോകുന്നത്. അച്ഛനും മോനും തിരിച്ചെത്തിയിരിക്കുകയാണ്. 300 അടി മുകളിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. ഭയങ്കര രസമാണ് ഇവിടുത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത്. നിങ്ങളും കൊല്ലി ഹിൽസിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ഈ ആകായ ഗംഗ വെള്ളച്ചാട്ടം മിസ് ചെയ്യാനേ പാടില്ല കേട്ടോ. കേശുകുട്ടനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വിച്ചു പോയേക്കുവാണ്. കുറച്ചുകൂടെ അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിയില്ലല്ലോ നേരത്തെ. ഈ കാണുന്നതാണ് അവിടുത്തെ പില്ലേഴ്സാണ്. അതിനകത്ത് പിടിച്ച് തന്നെ നിൽക്കണം കേട്ടോ. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ആകായ ഗംഗ വാട്ടർഫോൾസിൽ നിന്ന് തിരിച്ചിറങ്ങിയത്. നമ്മൾ കൊല്ലി ഹിൽസിനോട് യാത്ര പറയുവാണ് തൽക്കാലം. ഇനി ഇവിടെ 1-2 വെള്ളച്ചാട്ടവും 1-2 ക്ഷേത്രങ്ങളൊക്കെ കാണാനുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഞങ്ങൾ തൽക്കാലം സ്കിപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതും കൂടെ കാണുക. ഞങ്ങൾക്ക് ഇനി മൈസൂരിലേക്കാണ് പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഹെയർ പിന്നെല്ലാം ഇറങ്ങി നമ്മൾ മൈസൂരിലേക്ക് എത്തിച്ചേരുമ്പോഴത്തേക്കും രാത്രിയാവും. സോ നമ്മൾ ഇനി വൈകിക്കുന്നില്ല. യാത്രയിൽ നമ്മൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് നിർത്തി ആ കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. മഞ്ഞൾ കൃഷിയാണ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നമ്മളിപ്പോൾ പോകുന്നത് തിരുച്ചെങ്കോട് ബൈപ്പാസ് റോഡ് വഴിയാണ്. ഇത്രയും പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഈ സ്ഥലത്ത് ഒരു വലിയ മല ഇങ്ങനെ നിൽക്കുന്ന വളരെ കാച്ചി ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നോക്കിയപ്പോൾ അതിലൂടെ ഒരു റോഡും കൂടെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാവേ. ഇത് അരുണഗിരി മലയാണെന്നും ഈ റോഡ് മുകളിലത്തെ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണെന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് പള്ളിപ്പാളയം എന്ന് പറയുന്ന സ്ഥലമാണ്. വൈകിട്ട് 4:15 ഈ 2 സൈഡ് നോക്കിയാൽ ഒത്തിരി കൺസ്ട്രക്ഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നല്ലൊരു ഫ്ലൈ ഓവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് NH 948 സത്യമംഗലം ഗാർഡ് റോഡിലൂടെയാണ്. കാടാണ്, രാത്രിയാണ്, ഒത്തിരി ഹെയർ പിൻ വളവുകളുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നുമില്ല. തമിഴ്നാട് ഈറോഡ് സൈഡിൽ നിന്ന് മൈസൂരിലേക്ക് കണക്ട് ചെയ്യുന്ന മെയിൻ റൂട്ടാണിത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാലേ ഓപ്പോസിറ്റ് വരുന്നതെല്ലാം തന്നെ ഫുൾ ലോഡായിട്ട് വരുന്ന ട്രക്കുകളും ലോറികളുമാണ്. അപ്പോൾ പക്ഷെ ഇവരുടെ ഈ ഒരു ഡ്രൈവിംഗ് സ്കില്ല് കണ്ടാൽ അറിയാം ഇവർ സ്ഥിരം ഈ റൂട്ടിലൂടെ പോകുന്നവരാണെന്നേ. ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന ഒരു ചേട്ടനില്ലേ, ആ ചേട്ടൻ ഒരു പ്രോ ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹെയർ പിന്നൊക്കെ കയറിയപ്പോൾ ആളുടെ പുറകിൽ നിന്ന് അങ്ങ് വെച്ച് പിടിച്ചപ്പോഴത്തേക്കും നല്ല സേഫായിട്ട് നമുക്ക് പോകാൻ പറ്റി. ആൾ ഫുൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ട് ചില സമയത്ത് ഇങ്ങനെ നേരെ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കയറി പോകും. അത് ഓപ്പോസിറ്റ് എന്ന് വേറെ വലിയ വണ്ടി വരുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്കത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ആള് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഞങ്ങളും കൂടെ ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇതുണ്ട് ഇപ്പൊ ഒരു ബസ്സാണ് വരുന്നത്. അതിന്റെ ആ ഒരു സൈഡിൽ കൂടെ ബസ് കഷ്ടിച്ചാണ് ഒടുങ്ങിങ്ങി വരുന്നത്. അപ്പുറത്തേക്ക് അറിയാമല്ലോ റോഡ് തീരുകയാണ് അവിടെ. അത് കർണാടക RTCയുടെ ബസ്സായിരുന്നു. അങ്ങനെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ഡ്രൈവാണ്. ഞങ്ങൾക്ക് ശരിക്കും കൊല്ലി ഹിൽസിൽ കയറിയതിനേക്കാളും അഡ്വഞ്ചറസ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഡ്രൈവാണ്. കണ്ടോ, ഫുള്ള് കൂടുതലും പച്ചക്കറികളും കൊലയൊക്കെയാണ്, വാഴക്കൊലയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് സ്ഥിരം പോകുന്ന ലോഡുകളാണ്.
ഈ ഒരു സെക്ഷനിൽ 27 ഹെയർ പിൻ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 26ാമത്തെ ഹെയർ പിൻ കർവാണ്. ഇനി ഒന്നും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അത്രയും ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഡേഞ്ചറസ് സീന് മാറി കിട്ടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഒഫീഷ്യലി കർണാടക സ്റ്റേറ്റിലേക്ക് കയറിയിരിക്കുവാണ്. നമുക്ക് മൈസൂർ പാലസിൻ്റെ ഒരു ഭാഗത്ത് പോയിട്ട് എവിടെയെങ്കിലും ഒരു റൂമൊക്കെ സെറ്റ് ചെയ്യണം. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടില്ല. ഏതായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളെ കൂടെ നിർത്തി സപ്പോർട്ട് ചെയ്യുക. ഏതായാലും മൈസൂരിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.